ഒരു റേഡിയോ നൂറുകണക്കിന് വ്യത്യസ്ത സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യമുള്ളൊരു പ്രത്യേക ചാനൽ മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് റേഡിയോയിൽ LCR സർക്യൂട്ട് ഉള്ളതിനാലാണ്. അപ്ലൈഡ് AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോഴായിരിക്കും LCR സർക്യൂട്ടിൽ റെസൊണൻസ് നടക്കുന്നത്. ഈ സമയത്ത് സർക്യൂട്ടിലൂടെയുള്ള കറന്റ് മാക്സിമം ആയിരിക്കും. എന്നാൽ ഫ്രീക്വൻസി ഇതിനേക്കാളും കൂടിയ വാല്യൂവോ അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂവോ ആണെങ്കിൽ കറന്റ് കുറയുകയാണ് ചെയ്യുന്നത്. വിവിധ റേഡിയോ സ്റ്റേഷനുകൾ വ്യത്യസ്ത ഫ്രീക്വൻസികളിലായാണ് പ്രക്ഷേപണം നടത്തുന്നത്. ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ സന്ദേശങ്ങളും 98.3 MHz എന്ന ഫ്രീക്വൻസിയിലാണ് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതാണ് ഈ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. നമ്മുടെ റേഡിയോയിലെ LC വാല്യൂവിനെ സെറ്റ് ചെയ്യുന്നത് റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ഈ വാല്യൂ ലഭിക്കത്തക്ക രീതിയിലാണെങ്കിൽ ഈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ LCR സർക്യൂട്ടിൽ റെസൊണൻസ് സംഭവിക്കാൻ കാരണമാവുന്നു. അതിനാൽ ഈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾക്ക് സർക്യൂട്ടിൽ വലിയ കറന്റ് ഉണ്ടാക്കാൻ സാധിക്കും. ബിഗ് FM ഫ്രീക്വൻസി കാരണം ജനറേറ്റ് ചെയ്യുന്ന കറന്റ് വളരെ കുറവായിരിക്കും. ഈ ഫ്രീക്വൻസി കാരണമുള്ള വളരെ ഉയർന്ന കറന്റ് റേഡിയോയുടെ സ്പീക്കറിലൂടെ കടന്നു പോവുകയും എന്നാൽ ഈ കറന്റ് ആവശ്യമുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ അപര്യാപ്തമായതിനാൽ നമുക്ക് ഈ ചാനലിൽ നിന്നുള്ള സന്ദേശങ്ങളായിരിക്കില്ല, മറിച്ച് ഈ ചാനലിൽ നിന്നുള്ള സന്ദേശങ്ങളായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. റേഡിയോയുടെ നോബ് തിരിച്ച് കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസിൽ ചേഞ്ച് വരുത്തി നമുക്ക് കപ്പാസിറ്റൻസിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെ കപ്പാസിറ്റൻസ് കൂട്ടി നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി കുറക്കാനായി സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്നുള്ള മെസ്സേജുകൾ കേൾക്കാൻ സാധിക്കും. നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യാതെ 98.3 MHz എന്ന് സെറ്റ് ചെയ്യുകയും ശേഷം സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്താത്തതിനാൽ ഈ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും സർക്യൂട്ടിൽ മാക്സിമം കറന്റ് ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടിയത് കാരണത്താൽ കറന്റിന്റെ വാല്യൂ ആദ്യത്തേതിനേക്കാൾ കുറവായിരിക്കും. നമുക്ക് മുൻപത്തേതിനേക്കാളും പരന്നതും വീതി കൂടിയതുമായിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കിട്ടുന്നത്. മുൻപത്തെ പോലെ ഈ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും മാക്സിമം കറന്റ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്രാഫ് ഈ രീതിയിൽ ഫ്ലാറ്റ് ആയതിനാൽ ഈ കേസിൽ ബിഗ് FM ഫ്രീക്വൻസി കാരണമുള്ള കറന്റും കൺസിഡറബിൾ ആണ്. ഇതിന്റെ ഫലമായി റേഡിയോ ഇതിൽ നിന്നും ചില സന്ദേശങ്ങൾ നൽകുന്നതിനാൽ നമുക്ക് ഈ രണ്ട് സന്ദേശങ്ങളും ഒന്നിച്ചായിരിക്കും കേൾക്കുന്നത്. അതിനാൽ നമുക്ക് അവ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരത്തെ നമുക്ക് ഈ ഫ്രീക്വൻസിയെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ളതിനെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനാൽ ഇവിടെ ക്വാളിറ്റി കൂടുതലും ഇവിടെ കുറവുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വാളിറ്റി റെസിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം.